നമസ്കാരം. ഇറാന്റെ പുതിയ നേതാവിനെയും കൊന്നു. മുജ്തബ ഖമേനിയെ കൊന്നത് നെതന്യാഹു. സ്ഥാനാരോഹണത്തിന് ശേഷം ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമേനി എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. കൊല്ലപ്പെട്ടിരിക്കാമെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അജ്ഞാതവാസം തുടരുകയാണ് മുജ്തബ ഖമേനി. എന്നാൽ ഖമേനിയുടെ സന്ദേശം വീണ്ടും പുറത്തുവിടുകയാണ് ഇറാൻ. ഇതിന്റെ ന്യായീകരണങ്ങൾ എന്തൊക്കെയാണെങ്കിലും മരിച്ചിട്ടില്ല, കൊന്നിട്ടില്ല എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇറാന്റെ വാദങ്ങളാണ് ഈ സന്ദേശങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് നടപ്പിലാക്കുന്നത്. ഇറാനെതിരായിട്ടുള്ള അധിനിവേശത്തിന് നിലപാട് സ്വീകരിച്ച ഇറാഖി ജനതയ്ക്കും പുരോഹിതർക്കും മുജ്തബ നന്ദി അറിയിക്കുന്ന സന്ദേശങ്ങൾ വരുമ്പോഴും പൊതുവേദികളിൽ ഖമേനി എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യം പ്രസക്തമാകുന്നു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് എവിടെ? ഇറാന്റെ പരമോന്നത നേതാവിനെ കൊന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ല എന്നാണോ? അതോ മുജ്തബ ഖമേനിയെ കൊന്നത് നെതന്യാഹു എന്ന് തന്നെ ഉറപ്പിക്കേണ്ടി വരുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രസക്തമാവുകയാണ്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഇത് സ്ഥിരീകരിക്കുവാൻ ഇറാൻ തയ്യാറായിട്ടില്ല. അതേസമയം ഖമേനിയുടേതായിട്ട് സന്ദേശങ്ങൾ പുറത്തു വരുന്നുണ്ട് താനും. എന്നാൽ പൊതുവേദികളിൽ മുജ്തബ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ട പുതിയ സന്ദേശത്തിലും മുജ്തബയുടെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇറാനെതിരെയുള്ള അധിനിവേശത്തിൽ വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഇറാഖി ജനതയ്ക്കും പുരോഹിതർക്കും മുജ്തബ നന്ദി അറിയിച്ചതായിട്ടുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സുപ്രീം ഇസ്ലാമിക് അസംബ്ലി ഓഫ് ഇറാഖ് സ്പീക്കറും ബാഗ്ദാദിലെ ഇറാൻ അംബാസഡറും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് മുജ്തബയുടെ സന്ദേശം കൈമാറിയത് എന്നാണ് പറയപ്പെടുന്നത്. മാർച്ച് ആദ്യവാരം ചുമതലയേറ്റ ശേഷം ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിരവധി രേഖാമൂലമുള്ള സന്ദേശങ്ങൾ പുറത്തു വന്നുവെങ്കിലും ദൃശ്യമാധ്യമങ്ങളിലോ പൊതുവേദികളിലോ ഇദ്ദേഹം ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഫെബ്രുവരി 28-നുണ്ടായ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ മൃതദേഹം ഇതുവരെ സംസ്കരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മുജ്തബ ഖമേനിയുടെ തിരോധാനത്തെ വളരെ സംശയാസ്പദമായിട്ടുള്ള രീതിയിലാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. മുജ്തബ ഖമേനി ഒന്നുകിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്നും അല്ലെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിലുമാണ് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം അവകാശപ്പെട്ടിരുന്നു. മുജ്തബ ഉൾപ്പെടെ 10 ഇറാൻ നേതാക്കൾക്കായിട്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് $10 മില്യൺ പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇസ്രായേൽ മുജ്തബയെ ലക്ഷ്യമിടുന്നതിനാൽ സുരക്ഷാ കാരണങ്ങളാലാണ് അദ്ദേഹം പുറത്തു വരാത്തത് എന്നാണ് ജനീവയിലെ ഇറാൻ അംബാസഡറുടെ വിശദീകരണം എന്ന് പറയപ്പെടുന്നത്. അജ്ഞാതവാസം തുടരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ തോതിലുള്ള അനിശ്ചിതത്വം അത് നിലനിൽക്കുന്നുണ്ട്. മിയാമിയിൽ നടന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപ് മുജ്തബ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് വെളിപ്പെടുത്തൽ നടത്തിയത്. മുൻ ഇറാൻ കമാൻഡർ ഖാസിം സുലൈമാനിയെ ഒരു ഭ്രാന്തൻ പ്രതിഭ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇറാൻ ഇപ്പോൾ ചർച്ചകൾക്കായിട്ട് യാചിക്കുകയാണ് എന്നുകൂടി അവകാശപ്പെടുകയാണ്. വിജയികളെക്കാൾ താൻ ഇഷ്ടപ്പെടുന്നത് പരാജയപ്പെട്ടവരെയാണ് എന്ന് ചടങ്ങിൽ സംസാരിക്കുമ്പോൾ ട്രംപ് പറഞ്ഞത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി എന്നുള്ളതാണ്. വിജയികളായിട്ടുള്ള ആളുകൾ അവരുടെ വിജയഗാഥകൾ പറയുന്നത് കേൾക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും മറിച്ച് തന്റെ വിജയങ്ങൾ കേട്ടിരിക്കുന്ന പരാജയപ്പെട്ടവരുടെ കൂടെ ഇരിക്കുവാനാണ് തനിക്ക് ഇഷ്ടമെന്നും പറഞ്ഞ ട്രംപ് പരാജയപ്പെട്ടവരുടെ കൂടെ ഇരിക്കുന്നത് തനിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു എന്ന് പറയുന്ന അദ്ദേഹം പിന്നീട് താൻ തമാശ പറഞ്ഞതാണ് എന്നുകൂടി പറയുന്നുണ്ട്. എന്നാൽ അതിൽ അല്പം കാര്യമുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃഗുണം വിജയിക്കുക എന്നത് ഏതാണ് എന്നുകൂടി ചോദിക്കുന്നുണ്ട് ട്രംപ്. അതെന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു ചോദ്യം ഉയർത്തപ്പെടുന്നത്? പരാജയപ്പെട്ടവർ എന്ന് പറയപ്പെടുന്നവരോടൊപ്പം നിൽക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ ആരാണ് പരാജയപ്പെട്ടത്, ആരോടൊപ്പമാണ് വിജയിച്ചവർ എന്നുള്ള ചോദ്യവും പ്രസക്തമാവുന്നത്. അങ്ങനെ വിജയികളെ തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മത്സരമല്ല യുദ്ധം എന്നുള്ള കാര്യം ട്രംപ് മറന്നുപോവുകയാണ്. ഇവിടെ മുജ്തബ ഖമേനി എന്ന് പറയപ്പെടുന്ന നേതാവ് മരിക്കുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ട്രംപ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറാൻ ജനത അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയപ്പെടുന്ന രാജ്യം ഇന്നും നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നവരെ, ഇസ്രായേലിനെ ആണെങ്കിലും അമേരിക്കയാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളെ ആണെങ്കിലും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒരു നേതാവില്ലാതിരുന്നിട്ട് കൂടി അത്തരത്തിൽ ആക്രമിക്കുവാനുള്ള അവരുടെ മാനസികാവസ്ഥ വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതേസമയം മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതായത് മുജ്തബ ഖമേനിയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വിഷയം എന്ന് പറയപ്പെടുന്നത്, മുജ്തബ ഖമേനി സ്വർഗാനുരാഗിയാണ് എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളടക്കം അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നത് ഇറാന്റെ നേതൃത്വത്തിൽ സ്വാധീനം ലഭിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള നിരീക്ഷണങ്ങളടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് താൻ. അപ്പോൾ സെൻട്രൽ ഇന്റലിജൻസ് ഇത്തരം വിവരങ്ങൾ പുറത്തുവിട്ടു എന്നുള്ള അവകാശവാദമാണ് ട്രംപ് ഉന്നയിക്കുന്നത്. ഇറാനിലെ ഇസ്ലാമിക ശിക്ഷാ നിയമപ്രകാരം സ്വർഗാനുരാഗം എന്ന് പറയപ്പെടുന്നത് വധശിക്ഷ വരെ ലഭിക്കാവുന്ന വലിയ കുറ്റകൃത്യമാണ്. ഇറാനിൽ കർക്കശമായിട്ടുള്ള നിയമങ്ങൾ നിലനിൽക്കെ പുതിയ നേതാവിന് ഇത് വലിയ തിരിച്ചടിയാകുമെന്നാണ് ട്രംപ് പറയുന്നത്. മുജ്തബ ഖമേനിയുടെ പിതാവും
മുൻ പരമോന്നത നേതാവുമായിരുന്ന അന്തരിച്ച ആയത്തുള്ള അലി ഖമേനിക്കും മകന്റെ ഈ സ്വഭാവത്തിൽ ആശങ്കയുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് മുജ്തബയുടെ നേതൃത്വത്തെക്കുറിച്ച് അദ്ദേഹം സംശയിക്കാൻ കാരണമെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ലഭിച്ചതിലൂടെ പറയുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവകാശവാദങ്ങളാണ് ട്രംപ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് മത്സരിച്ച റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ സ്വർഗാനുരാഗികളുടെ വോട്ട് തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും തന്റെ പ്രചരണ പരിപാടികൾ അവർക്കായിട്ട് പ്രത്യേക ഗാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇവിടെ ലക്ഷ്യം വെക്കുന്നത് ഒന്നേ ഉള്ളൂ. അവിടെ ഇറാൻ എന്ന് പറയപ്പെടുന്ന രാജ്യത്ത് ഇസ്ലാമിക ശിക്ഷാ നിയമപ്രകാരം സ്വർഗാനുരാഗം വധശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു വലിയ കുറ്റകൃത്യമാണ് എന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിലുള്ളൊരു കുറ്റകൃത്യം ചെയ്ത നേതാവാണ് മുജ്തബ ഖമേനി എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ്. സ്വർഗാനുരാഗിയായിട്ടുള്ള മുജ്തബ ഖമേനിയെ എങ്ങനെ ഇറാൻ പരമോന്നത നേതാവായി വാഴ്ത്തിപ്പാടും എന്നുള്ള ചോദ്യമടക്കം ഇവിടെ പ്രസക്തമാണ്. എന്തായാലും ഇറാന്റെ പുതിയ നേതാവിനെ അടക്കം കൊന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹം മരിച്ചു കാണണം, അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കാം എന്നുള്ള ട്രംപിന്റെ വെളിപ്പെടുത്തലുകൾ ശരിയാണോ തെറ്റാണോ എന്ന് ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമേനിയെ വധിച്ച ആ ആക്രമണത്തിൽ അദ്ദേഹത്തിനും വലിയ പരിക്കുകൾ ഏറ്റിരിക്കാം. ചിലപ്പോൾ പുറത്തു വരാൻ കഴിയാത്തവണ്ണം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണമുള്ള ഒരവസ്ഥയിലായിരിക്കാം മുജ്തബ ഖമേനി എന്നുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. പക്ഷേ മരിച്ചോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൊന്നു എന്നതിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം ഇതുവരെയും പുറത്തു വരുന്നില്ല.